ദേവേട്ട, എന്തു പറ്റി? ആരെ ചക്കി? അവൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവന് ബോധം വന്നത്. അത് ഒന്നുമില്ലമ്മോ, ഈ മാല എവിടെയോ കണ്ടതുപോലെ തോന്നി, അതാ ഞാൻ അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അമ്മു, നീ ഇപ്പോൾ ഒന്നും അറിയണ്ട. നീ എൻ്റെ ചക്കി തന്നെയാണോ എന്ന് എനിക്കറിയണം, ദേവൻ മനസ്സിൽ പറഞ്ഞു. അല്ല ദേവേട്ട, ആരാ ഈ ചക്കി? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ചക്കിയോ? അതാരാ? എനിക്കെങ്ങനെ അറിയാം? ദേവേട്ടനല്ലേ ഇപ്പോൾ ആ പേര് പറഞ്ഞത്. ഏയ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് തോന്നിയതാവും. ആണോ? ദേവേട്ടൻ അങ്ങനെ പറയുന്നത് കേട്ടു, അതാ ഞാൻ ചോദിച്ചത്. നീ വെറുതെ ഓരോന്നും ആലോചിച്ച് തല പുകച്ചു വെച്ചിരിക്കുവല്ലേ, അപ്പൊ ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങാന്ന് കേൾക്കും. അവൻ തന്ത്രപൂർവ്വം വിഷയം മാറ്റി. ദേവേട്ട, ദേവേട്ടനും കൂടി എന്നെ ഇപ്പൊ കളിയാക്കുവാണോ? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. മതി മതി, ഇനി അതും പറഞ്ഞ് നിങ്ങൾ രണ്ടാളും തല്ലു പിടിക്കണ്ട. രാധികെ, നീ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ. അതും പറഞ്ഞ് ശിവരാമനിടയിൽ കയറി. അമ്മു രാധികയുടെ ഒപ്പം അകത്തേക്ക് പോയി. ദേവ മോനെ, അവൾ മാത്രമല്ല, ഞാനും കേട്ടിരുന്നു ചക്കി എന്ന പേര്. ഈ മാല കണ്ടപ്പോൾ മുതൽ മോന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം ഞാൻ കണ്ടു. എന്താ? അങ്കിൾ പറഞ്ഞത് ശരിയാ, ഞാൻ ചക്കി എന്ന് പറഞ്ഞു. പക്ഷേ അതാരാണെന്ന് അവൾ ഇപ്പോൾ അറിയാൻ പാടില്ല. പിന്നെ ഈ മാല, ഇതെനിക്ക് നല്ല പരിചയമുണ്ട്. ഇതെന്റെ ചക്കിയുടെ കഴുത്തിലുണ്ടായ മാലയാണ്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. മോനെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചക്കി ആരാ? പിന്നെ ഈ മാല? അങ്കിൾ, അമ്മുവിനെ കിട്ടിയ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? ദേവൻ പറഞ്ഞത് കേട്ട് ശിവരാമൻ എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. അപ്പോ അങ്കിളിന് അവളെ കിട്ടിയത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നാണോ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതെ മോനെ, അവിടെ നിന്ന് തന്നെയാ എനിക്ക് അമ്മുവിനെ കിട്ടിയത്. രാത്രി ആളൊഴിഞ്ഞ ഒരു കടയുടെ മുന്നിൽ നിന്ന് കരയുകയായിരുന്നു. എന്താ മോനെ, ഇനിയെങ്കിലും എന്താണെന്ന് പറ. അത്രയും കേട്ടതും അവൻ വേഗം ഫോൺ എടുത്തു. കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അവന്റെ മുഖത്ത് ചിരി വിടർന്നു. അങ്കിൾ, ദേ നോക്കിയേ, ഈ കുട്ടിയായിരുന്നു അത്. അവൻ ഫോൺ ശിവരാമന് നേരെ നീട്ടി. ആ ഫോട്ടോ കണ്ട് അയാളൊന്നും ഞെട്ടി. മോനെ, ഇത് അമ്മുമോള് തന്നെയാ. ഇതെങ്ങനെ മോന്റെ കയ്യിൽ? അയാൾ ചോദിച്ചു തീരും മുന്നേ ദേവൻ അയാളെ ഇറുകെ പുണർന്നു. മോനെ ദേവ, എന്താ പറ്റിയത്? അയാളുടെ ചോദ്യം കേട്ട് അവൻ അടർന്നു മാറി. അങ്കിൾ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നമുക്കങ്ങോട്ട് മാറി നിന്നാലോ? അവൻ മുന്നോട്ട് നടന്ന് അവനെ അനുഗമിച്ച് ശിവരാമനും ചെന്നു. രണ്ടുപേരും കുളക്കടവിൽ ചെന്ന് നിന്നു. മോനെ, ഇനി പറ, എന്താ കാര്യം? അമ്മുവിനെ കുറിച്ച് മോൻ എന്തൊക്കെയോ അറിയാം, പറ. അമ്മു അല്ല അങ്കിൾ, ചക്കി, എൻ്റെ ചക്കി, എൻ്റെ അമ്മാവൻ്റെ മകൾ. ദേവ മോനെ, ഇത് സത്യമാണോ? അതെ അങ്കിൾ, വിശ്വനാഥൻ്റെയും ദേവികയുടെയും മകൾ ശിഖ വിശ്വനാഥൻ, ഞങ്ങളുടെ ചക്കി. അവൾ എൻ്റെ ചക്കിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് ഈ മാല മാത്രം മതി. കാരണം ഇതെൻ്റെ മുത്തശ്ശിയുടെ മാലയാണ്. മുത്തശ്ശി ആർക്കും കൊടുക്കാതെ കൊണ്ട് നടന്നത്. പക്ഷേ ചക്കിയെ മുത്തശ്ശിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഈ മാല കൊടുത്തു. ഈ മാലയിൽ മുത്തശ്ശിയുടെ കുടുംബപ്പേരാണ് എഴുതിയിരിക്കുന്നത്. ഈ മാല കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ ചക്കിയാണെന്ന്. അപ്പോ അമ്മുവിൻ്റെ അച്ഛനും അമ്മയും അവർ എവിടെ? ശിവരാമൻ ചോദിച്ചു. അവർ ഇപ്പോൾ അമേരിക്കയിലാണ്. ചക്കി നഷ്ടപ്പെട്ട ഷോക്കിലായിരുന്നു അമ്മാവനും അമ്മായിയും. അവർക്ക് അവളെ ജീവനായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവളെ കണ്ടെത്താനായില്ല. സ്വന്തം മകളില്ലാത്ത ഈ നാട്ടിൽ അവർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അമേരിക്കയിലേക്ക് പോയതാ. ഇപ്പോൾ 23 വർഷമായി. ഒരിക്കൽ പോലും തിരിച്ചു വന്നിട്ടില്ല. ഇടയ്ക്ക് വിളിക്കും. അമ്മാവിൻ്റെ ഇവിടുത്തെ ബിസിനസ് എല്ലാം അച്ഛനാണ് നോക്കുന്നത്. മോനെ, ഇതെല്ലാം അവളോട് പറയണ്ടേ? അവൾക്കത് സന്തോഷമാവും. വേണ്ട അങ്കിൾ, ഇപ്പോൾ ഒന്നും അവൾ അറിയണ്ട. ആദ്യം അമ്മാവിനെ അമ്മായിയെ നാട്ടിലെത്തിക്കണം. എന്താ മോനെ, മോനെന്താ ടെൻഷൻ ഉണ്ടല്ലോ? അതങ്കിൾ, ചക്കയെ അന്ന് ഞങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടമായതല്ല. അമ്മാവിൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് ഇതിന് പിന്നിൽ. അമ്മാവിൻ്റെ കൂടെ നിന്ന് അയാൾ ചതിക്കുകയായിരുന്നു. ഞങ്ങളതറിഞ്ഞപ്പോൾ ഒത്തിരി വൈകിപ്പോയിരുന്നു. അയാൾ അമ്മാവിൻ്റെ കമ്പനിയിൽ വലിയ സാമ്പത്തിക തിരിമറി നടത്തി. ഒടുവിൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുമെന്നായി. അപ്പോഴാണ് അമ്മാവിൻ്റെ സെക്രട്ടറി ആ പ്രതാപനെതിരെയുള്ള എല്ലാ തെളിവുകളും കൊണ്ടുവന്നത്. അമ്മാവന് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ആ പ്രതാപൻ അറിഞ്ഞു. അമ്മാവനോട് ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറഞ്ഞു. പക്ഷേ അമ്മാവൻ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. എന്ത് ചെയ്താലും അമ്മാവൻ കേസ് കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന ഉദ്ദേശം വെച്ച് അയാളെ കൊണ്ടാകുന്നതൊക്കെ ചെയ്തു.
പക്ഷെ ഒന്നും നടന്നില്ല. ഒടുവിൽ അയാൾ കണ്ടെത്തിയ വഴിയായിരുന്നു ചക്കിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുക എന്നത്. അന്ന് അങ്കിളിന് അവളെ കിട്ടിയില്ലേ? അന്ന് അവളുടെ പിറന്നാളായിരുന്നു. ചക്കി ജനിച്ച ശേഷം അവളുടെ പിറന്നാളിന് ഞങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വരുമായിരുന്നു. അന്നും അങ്ങനെ വന്നതാണ്. പക്ഷെ ആ തിരക്കിനിടയിൽ നിന്ന് അവർ ചക്കിയെ തട്ടിയെടുത്തു. എനിക്കന്ന് 7 വയസ്സായിരുന്നു. അച്ഛനും അമ്മാവനും അവളെ ഒരുപാട് അന്വേഷിച്ചു. ഒടുവിലാണ് അറിഞ്ഞത് ഇതിനു പിന്നിൽ പ്രതാപനാണെന്ന്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് ചക്കി എങ്ങനെയോ രക്ഷപ്പെട്ടു. അങ്കിളിന്റെ കയ്യിൽ കിട്ടി. പ്രതാപനാണ് ഇതിന്റെ പിന്നിലെന്നറിഞ്ഞപ്പോൾ ആ ദേഷ്യത്തിൽ അമ്മാവൻ അയാൾക്കെതിരെ കേസ് കൊടുത്തു. സാമ്പത്തിക തട്ടിപ്പിൽ അയാളെ കോടതി ശിക്ഷിച്ചു. പക്ഷേ ചക്കിയുടെ കേസിൽ തെളിവില്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല. ചക്കി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം പിന്നീട് ഒരിക്കൽ അയാളുടെ കൂടെയുണ്ടായിരുന്ന ഒരു ഭൈരവൻ വഴിയാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും അമ്മാവനും അമ്മായിയും അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ചക്കിയെ കാണാതായ വിഷമത്തിൽ മുത്തശ്ശി ഞങ്ങളെ വിട്ടുപോയി. പതിയെ പതിയെ എല്ലാവരും മനഃപൂർവ്വം ചക്കിയെ മറന്നു. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിൽ ചക്കി തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു. ചക്കിയെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു അമ്മാവൻ്റെ ആഗ്രഹം. എല്ലാവരും അവളെ മറന്നപ്പോഴും ഞാൻ എന്നും അവളെക്കുറിച്ച് ഓർക്കുമായിരുന്നു. എൻ്റെ കല്യാണക്കാര്യം വീട്ടിൽ സംസാരിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ചക്കിയുടെ മുഖമായിരുന്നു. കുറെയൊക്കെ ഞാൻ എതിർത്തു. ഒടുവിൽ എല്ലാവരും കൂടി പിടിമുറക്കി. അങ്ങനെയാണ് പ്രിയയുമായുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത്. പക്ഷേ ഇപ്പോൾ അത് എന്തുകൊണ്ടും നന്നായില്ലേ? അതുകൊണ്ടല്ലേ എനിക്കെൻ്റെ ചക്കിയെ തിരിച്ചു കിട്ടിയത്. അങ്കിൾ, എന്തായാലും അവൾ ഇപ്പോൾ ഒന്നും അറിയണ്ട. അവൾ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ ആ പ്രതാപൻ വീണ്ടും വരും. ഇല്ല മോനെ, തൽക്കാലം അവൾ ഒന്നും അറിയണ്ട. സമയമാകുമ്പോൾ മോൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞാൽ മതി. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി ഇവിടെ നിന്നാൽ അവൾ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. ശിവരാമൻ ദേവനെയും കൂട്ടി അങ്ങോട്ട് നടന്നു. മോളെ അമ്മു, നിനക്ക് ഇന്ന് തന്നെ പോണോ? കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ? ഇല്ല അമ്മേ, എനിക്ക് പോണം. ഇവിടെ നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ദേവേട്ടൻ്റെ അമ്മയ്ക്ക് ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു പനി. അമ്മയാണെങ്കിൽ പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. ഒരിടത്തും അടങ്ങിയിരിക്കില്ല. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചതാ. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. അതാ ഇന്ന് തന്നെ വന്നത്. അങ്ങനെയാണെങ്കിൽ മോള് പോകുന്നത് തന്നെയാണ് നല്ലത്. ഗായത്രിയെ നോക്കേണ്ടത് മോളുടെ കടമയാണ്. എൻ്റെ അമ്മക്കുട്ടി വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. പോകുന്നതിന് മുൻപേ ഞാനും ദേവേട്ടനും കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാം കേട്ടോ. അതുപോരെ? അതും പറഞ്ഞ് അവൾ രാധികയുടെ താടിക്ക് പിടിച്ച് കുലുക്കി. അമ്മേ, പനി കുറവുണ്ടോ? അമ്മ സമയത്ത് മരുന്ന് കഴിക്കുന്നുണ്ടോ? അവൾ ഗായത്രിയുടെ അടുത്തിരുന്ന് ചോദിച്ചു. ഇപ്പൊ കുഴപ്പമില്ല മോളെ. മോൾക്ക് ഇന്ന് അവിടെ നിന്നിട്ട് 2 ദിവസം കഴിഞ്ഞു വന്നാൽ പോരായിരുന്നോ? അതെ, എൻ്റെ അമ്മ ഇവിടെ പനിച്ച് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുക? അതുകൊണ്ട് ഞാൻ ഇനി പോന്നു. അമ്മു, ദേവൻ എവിടെ? അവനെ കണ്ടില്ലല്ലോ. ദേവേട്ടൻ അച്ഛനോട് എന്തോ സംസാരിക്കുക. 2 ആളും പുറത്തുണ്ട്. ശരി, മോള് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ശരി അമ്മേ, ഞാൻ പെട്ടെന്ന് വരാട്ടോ. അവൾ അതും പറഞ്ഞ് മുകളിലേക്ക് പോയി. മോനെ ദേവാ, നീ പറയുന്നത് സത്യമാണോ? അമ്മു അവൾ നമ്മളുടെ ചക്കിയാണോ? അതെ അച്ഛാ, അമ്മു നമ്മുടെ ചക്കി തന്നെയാണ്. അച്ഛന് ഈ മാലയും മോതിരവും ഓർമ്മയുണ്ടോ? അവൻ അത് രണ്ടും മാധവന് നേരെ നീട്ടി. മോനെ, ഇത് നിന്റെ മുത്തശ്ശിയുടെ മാലയല്ലേ? പിന്നെ ഈ മോതിരം ഇത് ചക്കയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. നീയല്ലേ ഇത് അവൾക്ക് ഇട്ടുകൊടുത്തത്? അതെ അച്ഛാ, അത് തന്നെയാണ്. ഇത് രണ്ടും ശിവരാമനങ്ങൾ തന്നതാണ്. പിന്നെ അത് നമ്മുടെ ചക്കയാണോ എന്ന് ഉറപ്പിക്കാനായി ഞാൻ ചക്കയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇതിൽ കൂടുതൽ എന്താ അച്ഛാ ഇനി വേണ്ടത്? മോനെ, ഇതിൽ പര സന്തോഷം നമുക്കിനി കിട്ടാനില്ല. ഞാൻ ഇപ്പൊ തന്നെ ഇത് ഗായത്രിയോട് പറയട്ടെ. പോകാനൊരുങ്ങിയ മാധവേട്ടനെ ദേവൻ തടഞ്ഞു. എന്താ മോനെ, അവളോട് പറയണ്ടേ? ചക്കിയെ നിന്റെ അമ്മയ്ക്ക് ജീവനായിരുന്നു. പറയണ്ടെന്നല്ല അച്ഛാ, പക്ഷേ ഇപ്പൊ പറയണ്ട. ഈ കാര്യം ഞാൻ ചക്കിയോട് പറഞ്ഞിട്ടില്ല. അമ്മയറിഞ്ഞാൽ ഇപ്പൊ തന്നെ അവളെല്ലാം അറിയും. പ്രതാപൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ചക്കി തിരിച്ചു വന്നു എന്നറിഞ്ഞാൽ അയാൾ വേറെ എന്തെങ്കിലും പ്ലാനുമായി വരും. പിന്നെ നമുക്ക് എങ്ങനെയും ആദ്യം അമ്മാവനെയും അമ്മായിയെ ഇങ്ങോട്ട് എത്തിക്കണം. അവരും ചക്കിക്കായി കാത്തിരിക്കുകയല്ലേ. അച്ഛൻ ആദ്യം അവരെ ഇവിടെ എത്തിക്കാൻ നോക്ക്. ദേവാ, വിശ്വേട്ടനെ ഇങ്ങോട്ട് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ ചക്കിയോട് ഇപ്പം എന്തു പറയും? അവൾ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ. അതെങ്ങനെ തടയും? അതോർത്ത് അച്ഛൻ പേടിക്കണ്ട. അവളെ തൽക്കാലം ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിർത്തിക്കോളാം. തൽക്കാലം അവൾ അമ്മുവായി തന്നെ ഇരിക്കട്ടെ. ശരി, വാ, നമുക്ക് അകത്തേക്ക് പോകാം. നീ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുമല്ലേ? പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ. ശരി അച്ഛാ. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി.
ദേവേട്ട, നമ്മളിപ്പോൾ വന്നിട്ട് ഒരാഴ്ചയാവുന്നു, ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. എൻ്റെ അമ്മുക്കുട്ടി, നീ വെറുതെ ടെൻഷൻ ആവണ്ട. ഞാൻ എൻ്റെതായ വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്. എന്ത്, ഈ വീട്ടിലിരുന്നാണോ അന്വേഷിക്കുന്നത്? ദേവേട്ട, ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുക. അമ്മു, തൃശ്ശൂർ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനവിടെ SI ആണ്. അവനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്ന് ആരും കംപ്ലൈൻറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഒന്നും അറിയാൻ കഴിയാത്തത്. ഞാൻ ഇന്നലെ കൂടി അവനെ വിളിച്ചതാ. എന്തെങ്കിലും അറിഞ്ഞാൽ അവൻ വിളിക്കും. ശരി. അല്ല ദേവേട്ടൻ്റെ ലീവ് കഴിഞ്ഞില്ലേ? ദേവേട്ടന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? അത് കുഴപ്പമില്ല, ഞാൻ ലീവ് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. നിന്നോട് പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും കണ്ടുപിടിച്ചിട്ടേ നമ്മൾ പോകൂ. അതും പറഞ്ഞ് അവൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. ദേവേട്ടാ, അല്ല മോനെ, എന്താ ഉദ്ദേശം? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ദേവേട്ടൻ എന്നോട് ഇപ്പൊ ഭയങ്കര സ്നേഹമാണല്ലോ. എന്താ കാര്യം? അതെന്താ, എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ പാടില്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നായിരുന്നില്ലേ നിന്റെ പരാതി? എൻ്റെ ദേവേട്ടാ, നിങ്ങൾ ഇങ്ങനെ കടന്ന് ഉരുളണ്ട. അന്ന് എൻ്റെ വീട്ടിൽ വന്ന അന്നു മുതലാണ് നിങ്ങൾക്ക് ഈ സ്നേഹക്കൂടുതൽ. അതുകൊണ്ട് അവൾ പറഞ്ഞു തീരും മുന്നേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു. അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ പിടുത്തമിട്ടു. അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അവൻ അവളെ മോചിപ്പിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും നാണത്താൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എൻ്റെ ചക്കി, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വൈകാതെ തന്നെ നിനക്ക് കിട്ടും. നിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് വൈകാതെ അറിയും. എൻ്റെ സ്നേഹക്കൂടുതൽ, അതിനുള്ള കാരണവും എല്ലാം നീ അറിയും വൈകാതെ തന്നെ, അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് കിടത്തി അവളുടെ നെറുകിൽ ചുംബിച്ചു. ദേവൻ വീണ്ടും എന്തൊക്കെയോ ആലോചിച്ചു കിടന്ന് എപ്പോഴോ നിദ്രയിലാണ്ടു.